എന്തുകൊണ്ടാണ് നമുക്ക് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ സിമ്പിൾ ആൻസറേ ഉള്ളൂ. നമ്മുടെ ബ്രെയിൻ വയേർഡ് ആയിട്ടുള്ളത് നമ്മളെ ഹാപ്പി ആക്കാനല്ല. പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അൺസർട്ടനിറ്റി. സോ ഇഫ് ദർ ഈസ് അൺസർട്ടനിറ്റി, നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കഥകൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇതായിരിക്കും ഇവിടെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ പുള്ളി തന്നെ ആ ഗ്യാപ്സ് ഫില്ല് ചെയ്യും. പലപ്പോഴും ഈ ഗ്യാപ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി പുള്ളിയായിട്ട് ഉണ്ടാക്കുന്ന ഈ സ്റ്റോറീസാണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ആയിട്ട് വരുന്നത്. ഞാൻ എപ്പോഴും ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നമ്മുടെ മൈൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലറാണ്. പക്ഷേ പുള്ളിക്കാരൻ പറയുന്ന സ്റ്റോറി എപ്പോഴും സത്യമാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനോ അതൊരു ഡിസോർഡറോ ഒന്നുമല്ല. ഞാൻ ഉൾപ്പെടെ എല്ലാ തെറപ്പിസ്റ്റിനും ഉണ്ടാവുന്ന, എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്ന ഒരു കോമൺ സിനാരിയോ മാത്രമാണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്. സോ നമ്മളതിനെ മനസ്സിലാക്കുക, ഞാനായിട്ട് എന്നോട് പറയുന്ന കുറച്ച് സ്റ്റോറീസാണ് എൻ്റെ സഫറിങ്ങിൻ്റെ റീസൺ എന്നുള്ള ആ ഒരു ഇൻസൈറ്റിലേക്ക് നമ്മൾ എത്തുക, ക്ലയൻസിനെ അതിലേക്ക് എത്താൻ സഹായിക്കുക എന്നുള്ളിടത്താണ് ഒരു തെറപ്പിസ്റ്റ് വിജയിക്കുന്നത്.